മുതൽക്കേ മറ്റു പെൺകുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു അന്ന. ചിന്താഗതികളിൽ, പ്രവൃത്തികളിൽ ആൺകുട്ടികളെക്കാൾ മുൻപന്തിയിലായിരുന്നു അവൾ. പഠിക്കാൻ മിടുക്കിയായിരുന്ന അന്ന IAS എക്സാം പാസ്സാവുകയാണ്. പിന്നീട് ഇന്റർവ്യൂവിനായി UPSC ബോർഡിന് മുന്നിലെത്തിയപ്പോൾ അവർ IASന് പകരം IFS എടുക്കാൻ അന്നയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കാരണവശാലും IFS എടുക്കില്ലെന്നും IAS മാത്രമാണ് ലക്ഷ്യമെന്നും അവൾ വാശി പിടിച്ചു. ഒടുവിൽ ഇന്റർവ്യൂ ബോർഡ് IAS എന്ന പദവി അവൾക്കായി നൽകുകയാണ്. കാലങ്ങൾ മുന്നോട്ടു പോയി. ഇന്ത്യയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത തുറമുഖമായ നേവാഷേവയുടെ മേൽനോട്ടം വഹിച്ച ധീരയായ വനിത, ഇന്ത്യ ഗവൺമെന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ആദ്യ വനിത, ഏഷ്യാഡ് പ്രോജക്റ്റിൽ രാജീവ് ഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ചു. കുറച്ചു കാലം ഇന്ദിരാഗാന്ധിയോടൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളികളുടെ അഭിമാനമായ ഇന്ത്യയുടെ ആദ്യ വനിത IAS ഓഫീസർ അന്ന രാജൻ ജോർജ് അഥവാ അന്ന മൽഹോത്ര.